തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് ഡിപ്പോയിൽ നിന്ന് നാഗർകോവിൽ കളിയിക്കാവിള റൂട്ടിലേക്കുള്ള യാത്ര, പ്രത്യേകിച്ച് രാത്രികാലത്തെ യാത്ര, വലിയ പ്രയാസമാണ് ആളുകൾക്കിപ്പോ. കൃത്യമായിട്ടുള്ള ബസ് സർവീസുകൾ ഇല്ല എന്നുള്ളത് രാത്രി 10 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്കുള്ള യാത്ര ബുദ്ധിമുട്ടിലാക്കുകയാണ്. 10 മണിക്ക് ശേഷം ഈ റൂട്ടിലേക്ക് പോകുന്ന ആളുകൾ വരിവരിയായിട്ട് കാത്തിരിക്കുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് ഡിപ്പോയിൽ ഇപ്പോഴുള്ളത്. തമ്പാനൂരിൽ നിന്ന് കരമന, ബാലരാമപുരം വഴി നെയ്യാറ്റിൻകര, പാറശാല, കളിയിക്കാവിള, നാഗർകോവിൽ റൂട്ടിലേക്കുള്ള സർവീസുകൾ KSRTC തമ്പാനൂർ ഡിപ്പോ വെട്ടിക്കുറച്ചതാണ് ഇപ്പോഴുള്ള യാത്രാ ദുരിതങ്ങൾക്ക് കാരണമെന്നാണ് ആളുകൾ തന്നെ പറയുന്നത്. ഇനി ഡിപ്പോയിൽ ബസ്സുകൾ അധികം ഉണ്ടെങ്കിലും ആളുകൾ ആവശ്യത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ടും സർവീസുകൾ നിർത്തിവെക്കാറുണ്ട്, സർവീസുകൾ നടത്താറില്ല. ഇത്തരം സർവീസുകൾ വലിയ രീതിയിൽ സാമ്പത്തിക ദുരിതം വരുത്തിവെക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് രാത്രിയിൽ ബസ്സുകൾ വിടുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, ഇവിടത്തേക്കുള്ള സർവീസുകൾ പാപ്പനംകോട്, വിഴിഞ്ഞം, നെയ്യാറ്റിൻകര, പാറശാല തുടങ്ങിയ ഹോം ഡിപ്പോകളാണ് നോക്കുന്നത്, തങ്ങളല്ലെന്നാണ് തമ്പാനൂർ ബസ് ഡിപ്പോ അധികൃതർ പറയുന്നത്. തമ്പാനൂരിൽ നിന്ന് പള്ളിച്ചൽ, വിഴിഞ്ഞ റൂട്ടിലേക്ക് മുൻപ് 1 മണിക്കൂർ ഇടവിട്ട് ഒരു സർവീസ് ഉണ്ടായിരുന്നു. അതിപ്പോ 2-3 മണിക്കൂർ ഇടവിട്ടുള്ള സർവീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, എറണാകുളം തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള സർവീസുകൾ രാത്രി വൈകിയുണ്ടെങ്കിലും തെക്കു ഭാഗത്തേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറച്ച് യാത്രക്കാരെ ദ്രോഹിക്കുകയാണെന്നാണ് ജനങ്ങളുടേതടക്കം പരാതി. അങ്ങനെ തമ്പാനൂർ ഡിപ്പോയുമായി ബന്ധപ്പെട്ട് നാഗർകോവിൽ, കളിയിക്കാവിള റൂട്ടിലേക്കുള്ള രാത്രി യാത്രാ ദുരിതം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു.